ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. ഷൈൻ ടോം ചാക്കോയ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കാനുണ്ടെങ്കിൽ അതൊക്കെ വിശദമായ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വിളിപ്പിക്കാം. തെളിവുകൾ ഇതുവരെ ഒന്നും സ്പെസിഫിക് ആയിട്ട് കിട്ടിയിട്ടില്ല. നമ്മൾ ആ കാര്യങ്ങൾ കൂടെ അന്വേഷിക്കുന്നുണ്ട്. അല്ല, ഉപയോഗിക്കുന്നുണ്ട് എന്നത് ഉണ്ട്. പക്ഷേ നമുക്ക് അതിനകത്ത് ഇനി എന്തോ ഉപയോഗിക്കുന്നുണ്ട്, എങ്ങനെയാണ് എന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാൻ ആവശ്യമുണ്ട്. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇനി എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റു നടപടികൾ? ആ ഭാഗങ്ങൾ നമ്മളിനി അന്വേഷിക്കേണ്ടതുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണോ അല്ല എന്ന് ഒഫീഷ്യലായിട്ട് നമുക്ക് പറയാനുള്ള ആയിട്ടില്ല. അല്ല, അദ്ദേഹം ആ വിശദീകരണം നൽകി. നമ്മളത് പരിശോധിക്കുന്നുണ്ട്. ബാക്കി അതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിനെ ചോദിക്കുന്നുണ്ട്. സോ അതിനകത്ത് നമ്മൾ കുറേ അന്വേഷണത്തിൽ ഭാഗമായിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഗുണ്ടകളാണ് എന്നെ കരുതിയിട്ട് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ പോലീസിനെ ബന്ധപ്പെടാമായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ പോലീസിനെ സമീപിക്കാമായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളുണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ കൂടെ അന്വേഷണത്തിൽ നോക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ പറയാൻ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ വളരെ ഇനീഷ്യൽ സ്റ്റേജിലാണ്. നമ്മൾ പ്രൈമ ഫേസി കുറേ കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട് എന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ കേസെടുത്തത്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു അന്വേഷണം നടത്തിയിട്ട് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ സാധിക്കൂ. അല്ല, നമ്മൾ ഇങ്ങനെ പോലീസുകാർ വന്നിട്ട് അവരെ കണ്ടിട്ട് ഓടിപ്പോയ കുറച്ച് സാഹചര്യങ്ങളും മറ്റ് അദ്ദേഹത്തിന് ചോദിച്ചിട്ട് ശേഷം നമുക്ക് കിട്ടിയ കാര്യങ്ങളിലെ ഒരു സാഹചര്യങ്ങളിലാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇതിനകത്ത് ആവശ്യമുണ്ട് എന്ന് തുടങ്ങിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു കൊയർസീവ് ആയിട്ടുള്ള ആക്ഷൻ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം ലൈക്ക് അറസ്റ്റ് ചെയ്യുകയോ മറ്റൊന്നും ഇതിനകത്തേക്ക് പോയിട്ടില്ല. പക്ഷേ അന്വേഷണം ചെയ്യാനൊരു ആവശ്യം ഉള്ളത് കൊണ്ട് നമ്മൾ കേസെടുത്തിട്ട് അന്വേഷിക്കുക. ഇയാളുടെ കൂട്ടുപ്രതിക്ക് ഈ ലഹരിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ബന്ധം അങ്ങനെ എന്തെങ്കിലും? ഇപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനെ ഒന്നും പറയാനായിട്ടില്ല. ആവുമ്പോഴത്തേക്ക് നമ്മൾ പറയാം. അതല്ല, അപ്പോൾ സിനിമാ മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് കുറേ മാധ്യമ ഇതിനകത്ത് വന്നിട്ടുണ്ട്. മറ്റ് കുറേ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും നല്ല ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നത് നമ്മൾ ആ കാര്യത്തിൽ ആവശ്യമുള്ള ഇൻഫർമേഷൻ എടുക്കുകയും അതിനകത്ത് ആവശ്യമുള്ള നടപടി എടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ മുഴുവൻ വളരെ പ്രിലിമിനറി സ്റ്റേജിലാണ്. നമുക്കിതിനകത്ത് കുറേ പരിശോധിക്കാനുണ്ട്. പരിശോധിച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. സജീറിനെ തേടിയാണല്ലോ പോലീസ് അവിടെ എത്തി. സജീർ എന്ന് പറഞ്ഞൊരു പെട്രോളർ തേടി അവിടെ എത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അയാളിലേക്ക് എത്താനുള്ള എന്തെങ്കിലും ഒരു അന്വേഷണം അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ട്? അല്ല, നമ്മൾ ഇവിടെ മയക്കുമരുന്ന് വിൽപ്പന ചെയ്യുന്ന ആൾക്കാർ കുറേ പേരെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ഭാഗമായിട്ട് പുള്ളിയുണ്ട്. അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ കുറേ പേരെ നോക്കുന്നുണ്ട്. കിട്ടിയതോടുകൂടി നമ്മൾ കുറേ കേസുകൾ കൂടെ എടുക്കുന്നുണ്ട്. ശരിക്കും എത്തിച്ചു നൽകുന്ന ആൾക്കാർക്ക് അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടോ? ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും? അല്ല, അങ്ങനല്ല. നമ്മൾ ഈ കേസുമായി പോകും. മറ്റ് സംഭവങ്ങളിൽ ഒത്തിരി മറ്റ് കേസ് എടുക്കും. മറ്റ് കേസുകൾ അന്വേഷിച്ച് ആവശ്യമുള്ള നടപടി എടുക്കും. അങ്ങനെ ആയിരുന്നു. സാർ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന്റെ യോഗം വല്ലതും? അല്ല, നമ്മൾ നോക്കിയിട്ട് ചെയ്യാം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. ഷൈൻ ടോം ചാക്കോ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായി മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള തെളിവുകൾ ഒന്നും കിട്ടിയിട്ടില്ല. കേസിന്റെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ മാത്രമാണുള്ളത്. വിവിധ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട് എന്നുള്ള ഷൈൻ്റെ മൊഴിയിൽ നിന്ന് തന്നെ കിട്ടിയ കാര്യങ്ങളിൽ കുറച്ചുകൂടി കൃത്യത വരുത്തി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. സിനിമാ മേഖലയിലടക്കം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു.